മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് തകർത്തിരിക്കുകയാണ്. രാജ്യത്തെ സ്ത്രീകളെ ശാക്തീകരിക്കാൻ UPA സർക്കാർ തുടങ്ങിവെച്ച തൊഴിലുറപ്പ് പദ്ധതിയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി തകർച്ചയിലെത്തിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യം സ്വതന്ത്ര റിപ്പബ്ലിക്കായി മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴും അടിസ്ഥാന വർഗ്ഗക്കാരെ പ്രത്യേകിച്ചും ഗ്രാമീണ സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കാൻ പല പരീക്ഷണങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും അതൊന്നും ദീർഘകാല വിജയമായിരുന്നില്ല. എന്നാൽ 2005 മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുത്ത UPA സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി വൻ വിജയമായി തീരുകയുമായിരുന്നു. അതുവരെ ജന്മിത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും മുന്നിൽ ഭിക്ഷാപാത്രവുമായി ചെന്ന് ജീവിതം പുലർത്തിയവർക്ക് തല ഉയർത്തിപ്പിടിച്ച് ജോലി ചെയ്ത് കൂലി വാങ്ങുന്ന ഒരു സ്ഥിതി സംജാതമാക്കി. ദാരിദ്ര്യം ഒരു പരിധിവരെ രാജ്യത്തു നിന്ന് അകറ്റി സ്വയം പര്യാപ്തമാക്കിക്കൊണ്ട്, പ്രത്യേകിച്ചും രാജ്യത്തെ ഗ്രാമീണ സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കിക്കൊണ്ട് ഈ പദ്ധതി നിലവിൽ വരികയായിരുന്നു. ഇത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREG ആക്ട് സെപ്റ്റംബർ 7 വിജ്ഞാപനം ചെയ്തു. ഓരോ ഗ്രാമീണ കുടുംബത്തിനും സാമ്പത്തിക വർഷം കുറഞ്ഞത് 100 ദിവസം വേതനത്തോടുള്ള തൊഴിൽ ഉറപ്പ് നൽകുകയാണ് എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. വീട്ടിലെ ഒരു അംഗത്തിന് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനും നിർദ്ദിഷ്ട ഗുണനിലവാരവും സുസ്ഥിരവുമായുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും പദ്ധതി വിഭാവനം ചെയ്യുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജില്ലാ പ്രോഗ്രാം കോഓർഡിനേറ്റർ ജില്ലാ കളക്ടറാണ്. പദ്ധതി നടത്തിപ്പിന്റെ ചുമതല ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ നിർവഹിക്കുന്നു. ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർമാർ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന വർഗ്ഗക്കാരായ സ്ത്രീകൾക്ക് ഒരു സാമ്പത്തിക അടിത്തറ പാകാനും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും കഴിഞ്ഞു എന്നത് ഈ പദ്ധതിയുടെ വലിയ വിജയം തന്നെയാണ്. 2009 ഈ പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയെങ്കിൽ ഇപ്പോൾ മോദി സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ബില്ലിൽ ഗാന്ധിജിയുടെ പേരേയില്ല. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമങ്ങളിൽ നിന്നും വികസനം എന്ന ലക്ഷ്യത്തെ പ്രായോഗികമാക്കിക്കൊണ്ടായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി ഗാന്ധിജിയുടെ പേര് നൽകിയത്. എന്നാൽ ഇപ്പോൾ BJP സർക്കാർ ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റുവിനെയും അടക്കം കോൺഗ്രസ് രാജ്യത്ത് നടപ്പിൽ വരുത്തിയതിൻ്റെ ചരിത്ര രേഖകളെല്ലാം മുഴുവനായി മായ്ക്കാൻ മോദി നടത്തുന്ന ശ്രമങ്ങൾ രാജ്യത്ത് ഏറെ ഒച്ചപ്പാടുകൾക്ക് വഴിവെക്കുന്നതിനിടയിലാണ് ഈ മാറ്റവും ഏറെ ചർച്ചയാവുന്നത്. പുതിയ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവിക മിഷൻ ഗ്രാമീൺ BBG റാം ജി എന്നാണ് പുതിയ പേര്. പുതിയ ബില്ല് ഇന്ന് ലോകസഭയിൽ മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അവതരിപ്പിച്ചു. ഇതിൽ ഗാന്ധിജി ഇല്ല എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ രാജ്യം ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല, പദ്ധതിയിലെ 90% കേന്ദ്രവിഹിതം 60% വെട്ടിക്കുറച്ചു. 90:10 എന്നത് 60:40 എന്നതിലേക്ക് മാറ്റി. ഈ ബില്ലിനെതിരെ കടുത്ത പ്രതിഷേധങ്ങളുമായി കോൺഗ്രസ് നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ഒരു വർഷം 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 125 ആക്കിയെങ്കിലും സംസ്ഥാനത്തിന് അനുവദിക്കേണ്ട കേന്ദ്രവിഹിതം ഇനി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും. അതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന വിഹിതത്തിന് മുകളിലേക്ക് ചെലവ് വർദ്ധിച്ചാൽ അത് സംസ്ഥാന സർക്കാർ വഹിക്കണം. തൊഴിലാളികളുടെയും ഗ്രാമസഭകളുടെയും സംസ്ഥാനങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള ഫണ്ട് വിനിയോഗ അധികാരം ഇതോടെ നഷ്ടമാകും. ഇതാണ് പുതിയ ബില്ല് നടപ്പിലാക്കുമ്പോൾ സംഭവിക്കുന്നത്. പുതിയ പേരിൻ്റെ സംഘപരിവാർ ചിന്ത ഒന്ന് പരിശോധിക്കാൻ നമുക്ക്. VBG റാംജി, മഹാത്മാഗാന്ധിക്ക് പകരം വികസിത് ഭാരത് റാംജി, രാമനെ കൊണ്ടുവന്ന് നൈസായി അവിടെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു. അതായത് RSS സംഘപരിവാർ അജണ്ടയിൽ ഇന്ത്യയിലെ എല്ലാ ഹിന്ദുത്വമായി മാറ്റുക എന്ന BJPയുടെ നയം നടപ്പിൽ വരുത്തുകയാണ് മോദി. കോൺഗ്രസ് സർക്കാർ ഈ പദ്ധതിയിൽ വേതനത്തിൻ്റെ 100% കേന്ദ്ര സർക്കാർ കൊടുക്കുകയും മെറ്റീരിയൽ കോസ്റ്റ് മാത്രം സംസ്ഥാനം കൊടുക്കുകയും ചെയ്യുന്നതായിരുന്നുവെങ്കിൽ 40% സംസ്ഥാനവും കേന്ദ്രം 60% എന്നതാക്കി ഇത് ഇപ്പോൾ മാറ്റി. കഴിഞ്ഞ 2014 മുതൽ കേന്ദ്രം ഈ പദ്ധതിക്ക് മേൽ പല രീതിയിൽ കടിഞ്ഞാണിട്ട് കേന്ദ്ര വിഹിതങ്ങൾ വെട്ടിക്കുറച്ചു കൊണ്ടുവരികയായിരുന്നു. അത് ഇപ്പോൾ ദാരുണമായ അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് മോദിയും കൂട്ടരും. അതുമാത്രമല്ല, കാർഷിക വിളകൾ എടുക്കുന്ന സീസണിൽ
തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തില്ല എന്നത്. ഗ്രാമസ്വരാജും ജനാധിപത്യ വികേന്ദ്രീകരണവും ഗാന്ധിജിയുടെ വീക്ഷണമാകയാൽ അത് നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങിയ കോൺഗ്രസ് സർക്കാർ രാജ്യത്തിൻ്റെ ഗ്രാമീണ കോണുകളിൽ നിന്നും ഓരോ വ്യക്തികൾക്കും, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ആത്മവിശ്വാസത്തിൻ്റെ ഊർജം നൽകിയപ്പോൾ പുതിയ വികസിത രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളാണ് വിപ്ലവാത്മകമായി പ്രാവർത്തികമാക്കി കൊണ്ടുവന്നത്. ഓരോ കുടുംബങ്ങളെയും തിരിച്ചറിയുന്ന അതാത് ഗ്രാമപഞ്ചായത്തുകളാണ് ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നത് എന്നിരിക്കെ ഇന്ന് പുതിയ ബിൽ പ്രകാരം കേന്ദ്രം നേരിട്ട് നിയന്ത്രണം നടത്തുന്ന അവസ്ഥയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇന്ന് പാർലമെന്റിൽ കൃഷിമന്ത്രി ബില്ല് അവതരിപ്പിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ബില്ലിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വന്നു. ഇരു സഭകളിലും ബഹളം തുടർന്നുകൊണ്ടേയിരുന്നു. ബില്ലിനെ എതിർത്ത് പ്രിയങ്ക ഗാന്ധി ശക്തമായി പ്രതികരിച്ചു. കഴിഞ്ഞ 20 വർഷമായി സാധാരണ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന രാജ്യത്തെ ഒരു വലിയ പദ്ധതിയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് അവർ പറഞ്ഞു. ഇത് അനുവദിക്കില്ല എന്നും അവർ സഭയിൽ ആഞ്ഞടിച്ചു. കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാലും ശശി തരൂരും ഷാഫി പറമ്പിലും അടക്കമുള്ള MP-മാർ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ചു. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തി. ഗാന്ധിജിയുടെ ചിത്രം സഭയിൽ ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. രാജ്യത്തെ സാധാരണക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന സാമ്പത്തിക വേതന അരാജകത്വം നിർമ്മാർജ്ജനം നടപ്പിലാക്കിയ കോൺഗ്രസ് പദ്ധതിയാണ് ഇത്. ഇങ്ങനെ ഇപ്പോൾ കേന്ദ്രം പൊളിച്ചെഴുതുമ്പോൾ കൃത്യമായ അജണ്ട BJPക്ക് നടപ്പിൽ വരുത്താനുള്ള ശ്രമമാണ് എന്നതാണ് തെളിയുന്നത്. പഴയ ദാരിദ്ര്യ ഗ്രാമീണ അവസ്ഥയിലേക്ക്, പഴയ സാമ്പത്തിക പരാധീനതയുടെ അവസ്ഥയിലേക്ക് രാജ്യത്തെ സാധാരണ ജനത്തെ തള്ളിയിടാനുള്ള ശ്രമമാണ്. ഇതിനെയാണ് പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നത്. ഇപ്പോഴിതാ ഡോളറിനെതിരെ രൂപയ്ക്ക് വൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് 91 അടുപ്പിച്ചായി കഴിഞ്ഞു. ഓരോ ദിനം കഴിയുമ്പോഴും രൂപയുടെ തകർച്ച പടുകുഴിയിൽ പെടുകയാണ്. രാജ്യം ഭയാനകമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു സൈഡിൽ അധികാരം ഉപയോഗിച്ച് കാടത്തപൂർണമായ വോട്ട് കൊള്ള, മറ്റൊരു വശത്ത് പാർലമെന്റിൽ ബില്ലുകളിലൂടെ ജനത്തിൻ്റെ ആത്മാഭിമാനം തകർക്കുന്ന പുതിയ മാറ്റങ്ങളിലൂടെയുള്ള ആക്രമണം, അതൊന്നും കൂടാതെ വിവിധ സംസ്ഥാനങ്ങളെ സാമ്പത്തിക കടക്കണിയിലേക്ക് തള്ളിവിടുന്ന പുതിയ ബില്ലുകൾ. ഇങ്ങനെ പോയാൽ രാജ്യത്തെ BJP എവിടെ കൊണ്ടെത്തിക്കുമെന്നാണ് ചോദ്യം ഉയരുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ നേരായ മാർഗത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ മോദി നിലം തൊടാതെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെടാൻ കാരണം ഇത് മാത്രം മതി. സാധാരണക്കാരൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ട് രാമരാജ്യം സ്ഥാപിക്കാൻ തുനിയുമ്പോൾ പ്രിയ പ്രധാനമന്ത്രി, നാളെ നിങ്ങൾ ഞങ്ങളുടെ റേഷൻ പോലും തട്ടിയെടുക്കുമെന്നറിയാം. അതുകൊണ്ട് അധികാരത്തിൻ്റെ കസേരയിൽ ഇനി BJP വേണ്ട എന്ന് അടിയേറ്റ് വലയുന്ന ഈ ജനം തീരുമാനിക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിജിയെ 1948 ജനുവരി 30 RSSകാരനായ നാഥുറാം ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഇന്ന് മറ്റൊരു സംഘപരിവാർ പ്രചാരകനായ നരേന്ദ്രമോദി രാഷ്ട്രപിതാവിനെ സർക്കാർ തലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ചെയ്തികളിലൂടെ വീണ്ടും വീണ്ടും വധിക്കുകയാണ്. ഈ മർക്കട മുഷ്ടിക്കെതിരെ ഇന്ത്യയിലെ ആകമാനം ജനവും നിസ്സഹായരായി നോക്കി നിൽക്കുന്ന അവസ്ഥയാണ്. ക്ഷമിക്കണം ബാപ്പു, ക്ഷമിക്കണം. ഇതാണ് ജനം ഇപ്പോൾ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.